അസ്സലാമലൈക്കും, നമസ്കാരം. PTS ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് മുനിസിപ്പാലിറ്റി ഏരിയയിലപ്പം നിൽക്കുന്നത്, അതായത് കരുന്തുരുത്തി അങ്ങാടിയിൽ നിന്ന് ആകെ 300 മീറ്ററുള്ളൂ ഇതിലേക്കുള്ള വൈദൂരം. 6.25 സെന്റ് സ്ഥലം. ഇതിലേറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത് വെള്ളമുണ്ടോ, സൗകര്യമുണ്ടോ, 4 അടി വഴി, അതായത് ഏകദേശം 20 മീറ്ററുള്ളൂ ഇതിലേക്കുള്ള വൈദൂരം. നമുക്ക് രണ്ടാമത്തെ ഫ്ലോട്ടൊക്കെ പറയാം. ഏകദേശം വണ്ടി നമ്മൾ 20 മീറ്ററിന് തൊട്ടപ്പുറത്ത് എത്തും. പിന്നെ തെങ്ങ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു വീട്ടുകാർ ആഗ്രഹിക്കുന്നതാണ്. ഒരു തെങ്ങ് നമുക്ക് തേങ്ങ പുറത്തോട്ട് പോകാത്ത രൂപത്തിൽ 6 തെങ്ങ്, അതും നല്ല കായ്ക്കുന്ന നല്ല അടിപൊളി തെങ്ങ് ഇതിലുണ്ട്. പിന്നെ വീട് ഏകദേശം 850 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് പുതുപുത്തൻ വീടാണ്. ഈ വീട് നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. അതും ഫറൂഖ് മുനിസിപ്പാലിറ്റിയിലാണ്. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പഞ്ചായത്തല്ല, മുനിസിപ്പാലിറ്റിയാണ്. ഞാൻ ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് സിറ്റ് ഔട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യമുണ്ട്. വീട് നല്ല പുതുപുത്തൻ വീട്, കൂടുതൽ പഴക്കമില്ലാത്ത വീടാണ്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കണമെന്ന് നിങ്ങൾ ചോദിക്കും. ഓരോ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളത് ചെറുതായിട്ട് കൊടുക്കുകയാണ്. നല്ല അത്യാവശ്യം നല്ലൊരു വീടും കൂടി നമുക്ക് പറയാം. നല്ല അടിപൊളി വീടാണ്. വീടിൻ്റെ ഉൾഭാഗത്തേക്ക് ഞാനൊന്ന് കയറുകയാണ്. ഇതിന് ഫ്രണ്ട് ഭാഗത്തിലേക്ക് ഒന്ന് കയറുമ്പോൾ അറിയാപ്പം നിങ്ങൾക്ക്. പിന്നെ കട്ടിലൊക്കെ തടിയാണ്. പിന്നെ ഡോറ് നല്ല ഡീസൽ മോഡൽ വരുന്നത്. ജനാലുകളൊക്കെ ഫുള്ള്, വീടിൻ്റെ ജനാലുകളൊക്കെ തടിയിലൂടെ തന്നെയാണ് ജനാല് വർക്കുകയും ചെയ്തിട്ടുള്ളത്. ലിവിങ് ഹാളിലേക്ക് കയറി ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യം, അതാണ് ഏറ്റവും ആളുകൾ ശ്രദ്ധിക്കുക. ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, ഹാൾ എത്ര സ്പേസ് കാര്യങ്ങളുണ്ട്. അതേമാതിരി കൈ കഴുകാനുള്ള വാഷ് സ്പേസ് ഇവിടെ തൊട്ടടുത്തുണ്ട്. മുകളിലേക്കുള്ള സ്റ്റെയർകേസിൻ്റെ വർക്ക്, അതായത് ഞങ്ങൾ എടുക്കുന്ന വർക്ക് മാത്രം എടുക്കാനുണ്ട്. നമ്മുടെ സർഫുദ്ദീൻ വീഡിയോ എടുക്കുന്ന സർഫുദ്ദീൻ ഇതിൻ്റെ സ്റ്റെയർകേസിൻ്റെ വർക്ക് ഇത് മാത്രം എടുക്കാനുണ്ട്. ബാക്കി എല്ലാ പണിയും കഴിഞ്ഞു. 2.4 ഏതാണത് 2.4 മാർബണൈറ്റാണ് അടിഭാഗത്ത് ഇട്ടിട്ടുള്ളത്. പിന്നെ നേരെ ഉൾഭാഗത്ത് നമുക്ക് കോമൺ ബാത്റൂം, നല്ല അത്യാവശ്യം നല്ല സൗകര്യത്തിൽ, അടിഭാഗത്തൊക്കെ നല്ല ഗ്രിപ്പ്, മുകൾ ഭാഗം വരെ വാട്ടർ പ്രൂഫ് ചെയ്ത് നല്ല ഉഷാറായി വൃത്തിയുള്ള ഒരു ബാത്റൂമാണ്. അത് കമ്പനി ക്ലോസറ്റ് കേട്ടോ. അതാണ് ക്ലോസറ്റുകളൊക്കെ നല്ല കമ്പനി ക്ലോസറ്റുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കൊടുക്കാൻ രൂപത്തിലല്ല വീട് കയറ്റിയിട്ടുള്ളത്. അത് ഓരോ വിഷയം കൊണ്ട് നമ്മൾ വീട് എടുക്കണം. അപ്പം ചില ആൾക്കാർ വരും, ഇത് എടുക്കണ പണി ഒറ്റ തല്ലിപ്പൊളി പണിയാണെന്നില്ല, നല്ല കുറ്റിയുറപ്പിൽ തന്നെ വീടിൻ്റെ പണിയൊക്കെ എടുത്തിട്ടുള്ളത്. ജനാലുകളൊക്കെ തടിയിലൂടെ. പിന്നെ നമുക്ക് 2 കട്ടിലിട്ട സ്പേസ്, ഇതിൻ്റെ സ്പേസ് നോക്കി. അതേമാതിരി നമുക്ക് അലമാര സെറ്റ് ചെയ്യണമെങ്കിൽ പ്ലെയിൻ ആക്കി ഇട്ടേക്കണം. റാക്കുകൾ കൊടുത്ത് നമുക്ക് അലമാരൊക്കെ സെറ്റാക്കണം, ഉഷാറാക്കി കൊടുക്കുക. അതും അമ്പലം, ചർച്ച് എല്ലാം തൊട്ടടുത്ത് ഒരു 500 ആകെ 300 മീറ്റർ ദൂരമുള്ളൂ. സ്കൂള്, അമ്പലം, പള്ളി, മദ്രസ്, ചർച്ചൊക്കെ തൊട്ടടുത്താണ്. പിന്നെ ഞാൻ രണ്ടാമത്തെ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് എൻ്റെ സ്പേസ് എല്ലാം അറിയുന്നത്. നോക്കിയാണ് എന്താ സൗകര്യം. ഒരു ഭാഗത്ത് വിള്ളലോ ഒരു കംപ്ലൈൻറ്റോ ഉള്ള, എല്ലാ ഭാഗത്ത് നല്ല ഉഷാറായിട്ട് തേപ്പും പെയിൻറ്റും അടിച്ച്. പിന്നെ അതേമാതിരി റാക്കുകൾ, ഇപ്പോൾ റാക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് പ്ലെയിൻ ആക്കി ഇട്ടൊക്കെയാണെങ്കിൽ ഉഷാറാക്കി കൊടുക്കുക. നേരെ സ്ത്രീകൾക്ക് അത്യാവശ്യം ഉപകാരമുള്ള ഒരു ഇതിലേക്കാണ് അത്. നമ്മളെ കിച്ചണിലേക്ക്, അടുക്കളയിലേക്ക് വന്നപ്പോൾ 2 ഭാഗത്തേക്ക് കൗണ്ടർ കണ്ടില്ലേ. ഇവിടെ നമുക്ക് വന്നിരിക്കാനും ഗ്യാസ് ഇതാക്കണമൊക്കെ സെറ്റ് ചെയ്യാനും, പിന്നെ അതേമാതിരി നമുക്ക് സ്ത്രീകൾക്ക് പുറത്തോട്ട് പോകാത്ത രൂപത്തിൽ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്പേസും കാര്യങ്ങളും. ഫ്രിഡ്ജ് ഒരു പ്രത്യേകത, ഒരു സൈഡ് കട്ടിങ്ങിലേക്കായിട്ട് ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. അടുക്കളയ്ക്ക് ആവശ്യമുള്ള നല്ലൊരു മോഡൽ കളറാണ് ഗോൾഡൻ കളറിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ മുകൾ ഭാഗം എല്ലാ ഭാഗവും ശ്രദ്ധിച്ചത് നല്ല ഹൈറ്റിലാണ് വീട് ഉള്ളത് കണ്ടോ. ചില വീടുകളൊക്കെ ഹൈറ്റ് കുറഞ്ഞിട്ടാണ് ചില കൊടുക്കുക. ഒരു കട്ടൻ്റെ ഒക്കെ കുറവ് കാരണം വലിയ കുറവ് തന്നെയാണ്. കാരണം വീട് നല്ല, പിന്നെ ആലുവ അടുപ്പ്, പുകയില്ലാത്ത അടുപ്പ്. അതേമാതിരി നമ്മൾ പാത്രം കേൾക്കുന്ന, ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊട്ടത്തളം എന്ന് പറയുക, ഇവിടെയൊക്കെ എന്താണെന്ന് പറയുന്ന അറിയില്ല. അതൊരു കമൻറ്റ് ബോക്സിൽ എഴുതി വിടുക. കണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പാത്രം കേൾക്കാൻ എല്ലാ സൗകര്യമുള്ളത്. അങ്ങനെ അടുക്കള 2 റൂം, അടുക്കള കണ്ടിഞ്ഞ് പുറത്തോട്ട് സ്പേസ് ഒന്ന് കാണാം. ഇതിൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലതു ഭാഗത്താണ് സ്പേസ് കൂടുതൽ. കണ്ടില്ലേ, നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഇതിൽ നമ്മൾ പുറത്തത്തെ ബാത്റൂം ഫുൾ ബാർപ്പിലൂടെയാണ്. ചിലത് എക്സ്പെൻസ് കുറക്കാൻ വേണ്ടിയിട്ട് സീറ്റാണ് ഇടുക. ഇത് ഫുൾ ബാർപ്പിലൂടെയാണ്. അത് ബാത്റൂമിൻ്റെ സൗകര്യമൊക്കെ ഒന്ന് നെക്സ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പുള്ളി നല്ല സാധാ ക്ലോസറ്റിലാണ്. 2 ബാത്റൂം സൗകര്യം ഉണ്ട് ഇതിനുള്ളിൽ. ഇത് കുളിക്കാല ബാത്റൂം, കുളിക്കാല നല്ല സൗകര്യ സ്പേസിലായിട്ട് നല്ല മുകൾ ഭാഗം വരെ ടൈലിട്ടിട്ടുണ്ട്. അടിഭാഗത്ത് നല്ല ക്ലിപ്പ് മോഡലാണ് ഇതിൻ്റെ ടൈൽ അടിഭാഗത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് സൗകര്യത്തിലടങ്ങി ഈ വീട് ഒരു മുതൽ തന്നെയാണ്.
ജപ്പാൻ കുടിവെള്ളം ഇതാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഡയറക്റ്റ് ഇതിലേക്ക് പൈപ്പ് കണക്ഷൻ ചെയ്തേക്കാണ്. ഓട്ടോമാറ്റിക് അതിൽ വെള്ളം നിറഞ്ഞിട്ട് ഓട്ടോമാറ്റിക് ഓഫാകുന്ന രൂപത്തിലാണ് ഇതുള്ളത്. വെള്ളത്തിന് നിങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല. നല്ലൊരു വീട് തന്നെയാണ്. അത് കിണറിൽ നല്ല അത്യാവശ്യം നല്ല വെള്ളം, കുടിക്കാൻ പറ്റിയ വെള്ളം തന്നെയാണ്, നല്ല വെള്ളമാണ്. ഏറ്റവും കൂടുതൽ ഈ വീടുകളിലെ ഏരിയയാണ്. നല്ലൊരു സൗകര്യമുള്ള ഒരു വീടാണ്. ആകും 2 റൂം, 850 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്. ഈ വീടിന് ചോദിക്കുന്നത് എത്ര നിങ്ങൾക്ക് അറിയോ? മുനിസിപ്പാലിറ്റിയാണ്. 4 ലക്ഷം 3.5 ലക്ഷം രൂപ, 3 ലക്ഷത്തിന് വില വരുന്ന ഒരു ഏരിയ കൂടിയാണ്. നമ്മൾ ഇതിൽ എത്ര സെൻറ്റ്, 6.25 സെൻറ്റ് സ്ഥലത്തിന് ഈ വീടിന് ചോദിക്കുന്നത് വെറും 35 ലക്ഷം രൂപയാണ്. പിന്നെ കച്ചവടമല്ലേ, നിങ്ങൾക്കറിയാലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എങ്കിൽ നിങ്ങൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തും നെഗോഷ്യബിളാണ്. ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. അടിപൊളി വീടാണ്. വന്നോളൂ, എടുത്തോളൂ, സ്വന്തമാക്കിക്കോളൂ.